ഹലോ, ഗുഡ് മോർണിംഗ്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഫ്യൂറാൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ് പിരിഡിൻ. നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ് പിരിഡിൻ. നൈട്രജൻ കണ്ടെയ്നിങ് 6 മെമ്പർ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ് പിരിഡിൻ. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു 6 മെമ്പർ റിംഗ് ആണ്. അതിലെ ഹെട്രോ ആറ്റമായിട്ട് വരുന്നത് നൈട്രജൻ ആയിരിക്കും. നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഇതൊരു അരോമാറ്റിക് ഹെട്രോസൈക്ലിക് 6 മെമ്പേർഡ് കോമ്പൗണ്ടാണ്. ഇതാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല C5H5N. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. നമ്മുടെ ലാബിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിക് സോൾവെൻ്റാണ് പിരിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് അതിന് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ പിരിഡിൻ്റെ പ്രിപ്പറേഷനിൽ നാച്ചുറലി പിരിഡിൻ ഒക്കർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ കോളിൽ നിന്ന് കോൾ ഗ്യാസും കോക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഒരു റെസിഡ്യൂ ആണ് കോൾ ടാർ എന്ന് പറയുന്നത്. ആ കോൾ ടാറിനെ ഡിസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓയിൽസ് നമുക്ക് കിട്ടും. ഡെൻസിറ്റി അനുസരിച്ച് പല ലെയർ ഓഫ് ഓയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ ലൈറ്റ് ഓയിൽ ഫ്രാക്ഷനിലായിരിക്കും പിരിഡിൻ അടങ്ങിയിട്ടുണ്ടായിരിക്കുക. അപ്പം അതിൽ നിന്നാണ് അത് ആസിഡുമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. ആ ഒരു കിട്ടുന്ന ലൈറ്റ് ഓയിൽ ഫ്രാക്ഷനെ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ അക്വസ് ആസിഡ് ലെയറിൽ ഈ പിരിഡിൻ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള കോമ്പൗണ്ട്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന ലെയറിൽ നിന്ന് ഫ്രാക്ഷൻ ഡിസ്ലേഷൻ വഴി പ്യുവർ പിരിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതാണ് നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന പിരിഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡ്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ലാബിൽ പിരിഡിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അസറ്റിലിൻ ഹൈഡ്രജൻ സയനൈഡിൻ്റെ മിക്സർ എടുക്കുക. അത് എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അതായത് 2 മോളിക്യൂൾ അസറ്റിലിൻ അല്ലെങ്കിൽ 2 മോൾ അസറ്റിലിനിൻ്റെ കൂടെ 1 മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യിക്കുക. എന്നിട്ടത് റെഡ് ഹോട്ട് ട്യൂബിൽ കൂടി പാസ് ചെയ്യുക. അത് ഹൈ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതാണ് 2 മോൾ അസറ്റിലിൻ എന്ന് പറയുന്നത് ഈത്തൈൻ ആണ്, CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതാണ് അസറ്റിലിൻ കോമ്പൗണ്ട്. 2 മോൾ എടുക്കുന്നു. അതിലേക്ക് ഹൈഡ്രജൻ സയനൈഡാണ് 1 മോൾ എടുക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ട്രിപ്പിൾ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു സൈക്ലൈസേഷൻ നടന്ന് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യണതാണ് പിരിഡിൻ. ഇതാണ് ലാബിലും പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ്. 2 മോൾ അസറ്റിലിനും 1 മോൾ ഹൈഡ്രജൻ സയനൈഡും റെഡ് ഹോട്ട് ട്യൂബിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിരിഡിൻ ഫോം ചെയ്യും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പെൻറ്റാമെത്തിലിൻ ഡയാമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഈ കോമ്പൗണ്ടാണ് അവിടുത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യണത്. ഇതിനെ ഹീറ്റ് ചെയ്യിക്കാം. പെൻറ്റാമെത്തിലിൻ ഡയാമിൻ ഹൈഡ്രോക്ലോറൈഡിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിന് പലേഡിയം ഓൺ കാർബൺ ഈ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡീഹൈഡ്രോജനേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ റിമൂവലാണ്. ഹൈഡ്രജൻ്റെ അഡീഷനാണ് ഹൈഡ്രോജനേഷൻ. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇപ്പോൾ ഇവിടെ ഇതാണ് പെൻറ്റാമെത്തിലിൻ ഡയാമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇപ്പോൾ ഇവിടെ NH3Cl- NH3Cl- ഉണ്ട്. ഇപ്പോൾ ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്, 2 നൈട്രജൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു നൈട്രജൻ, 5 ഹൈഡ്രജൻ, 2 ക്ലോറിനും കൂടിയിട്ട് അത്രയാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. ഒരു നൈട്രജൻ എലിമിനേറ്റ് ചെയ്യും, 6 ഹൈഡ്രജനിൽ 5 ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യും, 2 ക്ലോറിൻ എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു NH4Clഉം ഒരു HCl ആണ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന കോമ്പൗണ്ട്. എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവരൊരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യും. സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യണതാണ് ഇത്. ഒരു 6 മെമ്പർ സൈക്ലിക് സ്ട്രക്ചർ കണ്ടെയ്നിങ് എ നൈട്രജൻ ആറ്റം. സൈക്ലിക് റിങ്ങിൽ ഒരു നൈട്രജൻ ആറ്റം ഉണ്ടായിരിക്കും. ഈ കോമ്പൗണ്ടിനാണ് പിരിഡിൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ നടത്തുന്നത് യൂസിങ് പലേഡിയം ഓൺ കാർബൺ കാറ്റലിസ്റ്റ്. റിയാക്ഷൻ നടക്കുമ്പോൾ ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ കാർബണിലും 2 ഹൈഡ്രജൻ വീതം ഉണ്ടാവും. ഈ നൈട്രജനിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജനും ഇവിടുത്തെ ഹൈഡ്രജനും അങ്ങനെ 3 ഹൈഡ്രജൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയി ഡീഹൈഡ്രോജനേഷൻ നടന്ന് ഇതൊരു
സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടായിട്ട് മാറി. അപ്പോൾ ഈ ഫോം ചെയ്യണതാണ് പിരിഡിൻ. ഇതാണ് ഒരു മെത്തേഡ്. പെൻറ്റാമെഥിലിൻ ഡയാമിൻ ഹൈഡ്രോക്ലോറൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ഇതാണ്. 2 സ്റ്റെപ്പ് പ്രോസസ്സാണ് നടക്കുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പൈറോളിൽ നിന്നുള്ള പ്രിപ്പറേഷനാണ്. പൈറോൾ എന്ന് പറയുന്നതും ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. പക്ഷെ അതൊരു 5 മെമ്പേർഡ് നൈട്രജൻ കണ്ടെയ്ൻ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. ഈ പൈറോളും ഡൈക്ലോറോമീഥേൻ സോഡിയം മെത്തോക്സൈഡ് ഇത്രയൊക്കെയാണ് റിയേജൻ്റായിട്ട് വരണത്. അപ്പോൾ ഇവിടെ ചെയ്യണത് പൈറോളിനും ഡൈക്ലോറോമീഥേനും ഹീറ്റ് ചെയ്യിക്കുക ഇൻ പ്രസൻസ് ഓഫ് സോഡിയം മെത്തോക്സൈഡ്. അപ്പോൾ ആ റിയാക്ഷൻ നടന്ന് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിരിഡിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ പൈറോൾ ഓൾറെഡി നൈട്രജൻ ഉണ്ട്. പിന്നെ ഇവിടെ ഈ CH2ൽ ഈ CH ആണ് ഈ സൈക്ലിക് റിംഗ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ഇവിടെ വരും. അപ്പോൾ 5 കാർബണിൽ നിന്ന് 6 കാർബൺ ആവും. അങ്ങനെ ഒരു 6 ഇവിടെ 4 കാർബണാണ്. അതിൽ നിന്ന് ഈ കാർബണും കൂടി വരുമ്പോൾ 5 കാർബൺ ആവും. അങ്ങനെ 5 കാർബണും ഒരു നൈട്രജനും കൂടി ഒരു 6 മെമ്പർ സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. പിന്നെ ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയ ഒരു ഹൈഡ്രജൻ, ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയ 2 ക്ലോറിൻ ഒക്കെ കൂടി ഇവിടെ N2NaCl, അതായത് ഈ സോഡിയം മെത്തോക്സൈഡിലുള്ള Na. അപ്പോൾ 2 Na, ഇവിടുത്തെ Clഉം കൂടി 2 NaClഉം, പിന്നെ ഇവിടുത്തെ 2C2H5 C2H5, പിന്നെ ഈ കാർബണിലുള്ള ഒരു ഹൈഡ്രജനും കൂടി C2H5OH എത്തനോളിലൂടെ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പം അങ്ങനെ ഈ പൈറോളും ഇവിടുത്തെ ഈ ഒരു CH യൂണിറ്റും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഒരു സൈക്ലിക് 6 മെമ്പർ റിംഗ് ഫോം ചെയ്യണത്. അപ്പോൾ ഈ കോമ്പൗണ്ടാണ് പിരിഡിൻ. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെയാണ് ബൾക്കായിട്ട് നമുക്ക് ലാബിലേക്ക് വേണ്ട പിരിഡിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്, കൊമേഴ്ഷ്യൽ മെത്തേഡാണ് പറയണത്. ടെട്രാഹൈഡ്രോ ഫ്യൂറൈൽ ആൽക്കഹോളാണ് എടുക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെട്രാഹൈഡ്രോ ഫുർഫുറൈൽ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. തെറ്റാണ്, ടെട്രാഹൈഡ്രോ ഫ്യൂറൈൽ ആൽക്കഹോളാണ്. അപ്പോൾ ടെട്രാഹൈഡ്രോ ഫ്യൂറൈൽ ആൽക്കഹോളിനെ അമോണിയയുമായിട്ട് ഹീറ്റ് ചെയ്യിക്കുക ഇൻ പ്രസൻസ് ഓഫ് അലുമിന അറ്റ് ഹൈ ടെമ്പറേച്ചറാണ്. 500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ടെട്രാഹൈഡ്രോ ഫ്യൂറൈൽ ആൽക്കഹോൾ വിത്ത് അമോണിയ എന്നിട്ട് ഹീറ്റ് ചെയ്യിക്കുക ഇൻ പ്രസൻസ് ഓഫ് അലുമിന. അലുമിനാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടെട്രാഹൈഡ്രോ ഫ്യൂറൈൽ ആൽക്കഹോൾ. അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക, അലുമിനയുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതൊരു 5 മെമ്പേർഡ് ഓക്സിജൻ കണ്ടെയ്ൻ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. അങ്ങനെ ഇതിൽ നിന്ന് ഈ നൈട്രജനൊക്കെ യൂസ് ചെയ്ത് ഒരു സൈക്ലൈസേഷനൊക്കെ നടന്ന് ഒരു പിരിഡിൻ ഫോം ചെയ്യുന്നു. ഇതാണ് കൊമേഴ്ഷ്യൽ മെത്തേഡ് യൂസിങ് ടെട്രാഹൈഡ്രോ ഫ്യൂറൈൽ ആൽക്കഹോൾ അമോണിയ ഇൻ പ്രസൻസ് ഓഫ് അലുമിന കാറ്റലിസ്റ്റ്. അങ്ങനെയാണ് പിരിഡിൻ ഫോം ചെയ്യണത്. ഇത് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇത്രയും മെത്തേഡാണ് പ്രിപ്പറേഷനിൽ പഠിക്കാനുള്ളത്. നാലാമത്തെ മെത്തേഡാണ് കേട്ടോ. ഇത്രയാണ് പ്രിപ്പറേഷൻ മെത്തേഡ്, 4 എണ്ണം. ഇനി അടുത്തത് പറയാനുള്ളത് പിരിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് പറയണത്. നമ്മൾ ഒരേ ഫ്യൂറാനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ റെസൊണൻസ് കൺസെപ്റ്റ് വെച്ച് മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് വെച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ വരണത്. അപ്പോൾ ആദ്യം റെസൊണൻസ് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പിരിഡിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ റെസൊണൻസ് കൺസെപ്റ്റിൽ പറയണത് പിരിഡിന് 5 സ്ട്രക്ചർ പോസിബിളാണ്. ഈ 5 സ്ട്രക്ചറിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് ആയിരിക്കും. ഈ 5 സ്ട്രക്ചറിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും ആക്ച്വലി പിരിഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതായത് ഇപ്പോൾ പിരിഡിൻ ഒരു 6 മെമ്പേർഡ് നൈട്രജൻ കണ്ടെയ്ൻ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. നൈട്രജൻ ഒരു ലോൺ പെയർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യണത് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ നൈട്രജൻ കാർബൺ ബോണ്ടാണ്. അപ്പോൾ കാർബണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നൈട്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ് കാർബണേക്കാളും. അപ്പോൾ അത് കാരണം ഇവർക്ക് ഈ ബോണ്ടിനെ ഇതിനടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഈ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഈ 2 ഇലക്ട്രോൺ ഈ നൈട്രജനിലേക്ക് വരുമ്പോൾ ഈ 2 ഇലക്ട്രോൺ വരുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുക. ഈ ലോൺ പെയർ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് മിസ് ചെയ്യുമ്പോൾ ഈ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. ബാക്കി ഡബിൾ ബോണ്ട്.
ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മൂന്നാമത്തെ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഇവരെ ഡബിൾ ബോണ്ട് വരും. ഇവിടുന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ബാക്കിയുള്ള ഡബിൾ ബോണ്ട് നൈട്രജനിലുള്ള നെഗറ്റീവ് ചാർജ് ലോൺ പെയർ. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നാലാമത്തെ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. ഇത് ഓൾറെഡി ഇവിടെയുള്ള ഡബിൾ ബോണ്ടാണ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഈ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. നൈട്രജൻ്റെ നെഗറ്റീവ് ചാർജ് ലോൺ പെയർ. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈട്രജനിൽ നിന്ന് ചാർജ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ സ്ട്രക്ചറായിട്ടുള്ള ഇപ്പോൾ ലോൺ പെയർ ഇവിടെ ഉണ്ട്. ഈ ബോണ്ട് ഇവിടെ വരും. ഈ പോസിറ്റീവ് ചാർജ് പോവും. ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്ട്രക്ചർ, സെക്കൻഡ് സ്ട്രക്ചർ, തേർഡ് സ്ട്രക്ചർ, ഫോർത്ത് സ്ട്രക്ചർ, ഫിഫ്ത്ത് സ്ട്രക്ചർ. ഇങ്ങനെ 5 സ്ട്രക്ചറാണ് പീരിഡിന് പോസിബിൾ ആയിട്ടുള്ളത് റെസൊണൻസ് കൺസെപ്റ്റ് പ്രകാരം. അപ്പോൾ ഈ 5 സ്ട്രക്ചറിൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും പീരിഡിന് വരിക. അപ്പോൾ അതുകൊണ്ട് പീരിഡിൻ എന്ന് പറയുന്നത് ഈ 5 സ്ട്രക്ചറിൻ്റെയും ഒരു റെസൊണൻസ് ഹൈബ്രിഡ് ആയിട്ടാണ് റെസൊണൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അവരുടെ ഈ സ്ട്രക്ചറിൻ്റെ എനർജിയും ആക്ച്വൽ പീരിഡിൻ്റെ സ്ട്രക്ചറിൻ്റെ എനർജിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര എനർജി വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പീരിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് റെസൊണൻസ് എനർജി -125.5 kJ/mol ആയിരിക്കും. ഇനി ഇത്രയും ഫാക്ട്സ് ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫാക്ട്സ് എല്ലാതും ഈ ഒരു റെസൊണൻസ് സ്ട്രക്ചറിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ഈ സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും ഫാക്ട്സ്. അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് റെസൊണൻസ് എനർജി ഇത്രയാണ്. ഇനി അടുത്തത് പറയുന്നത് ഇപ്പോൾ പീരിഡിനിൽ എത്ര ഇതാണ് സ്ട്രക്ചർ പീരിഡിൻ്റെ. അപ്പോൾ 1 2 3 4 5 കാർബൺ, ഒരു നൈട്രജൻ, പിന്നെ ഇതിൽ ഓരോന്നിലും ഓരോ ഹൈഡ്രജൻ വീതം ഉണ്ടാവും. അപ്പോൾ 5 കാർബൺ, 5 ഹൈഡ്രജൻ, ഒരു നൈട്രജൻ. ഇപ്പോൾ ഈ എല്ലാ ആറ്റംസും ഒരേ പ്ലെയിനിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു പ്ലാനർ കോമ്പൗണ്ടാണ്. ഈ പീരിഡിൻ കോമ്പൗണ്ടിൽ ഉള്ള എല്ലാ ആറ്റംസും ഒരേ പ്ലെയിനിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ പറയുന്നത് ഈ ഡബിൾ ബോണ്ട്, കാർബൺ ബോണ്ടിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് കാർബൺ സിംഗിൾ ബോണ്ടാണ്. ഇത് കാർബൺ ഡബിൾ ബോണ്ടാണ്. ഇവിടെ കാർബൺ സിംഗിൾ ബോണ്ട്, ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട്. നമ്മൾ ഈ ഒരു റെസൊണൻസ് സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരുന്നു. പക്ഷേ അവിടെ റെസൊണൻസ് ഒക്കെ നടന്നു വന്നപ്പോൾ ഇവിടെ എന്തായി, കാർബൺ ഡബിൾ ബോണ്ടായി. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ബോണ്ട് നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണം ഇവിടുത്തെ കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്, കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് യൂഷ്വൽ കാർബൺ സിംഗിൾ ബോണ്ടിനേക്കാളും കാർബൺ ഡബിൾ ബോണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ബോണ്ട് ലെങ്ത് ആയിരിക്കും പീരിഡിനിലുള്ള കാർബൺ ബോണ്ട് ലെങ്ത്. അതിൻ്റെ വാല്യൂ ഇത്രയാണ് വരുന്നത്, 1.39 ആങ്സ്ട്രോം ആയിരിക്കും പീരിഡിനിൽ ഉള്ള കാർബൺ ബോണ്ട് ലെങ്ത്. ആ കാർബൺ ബോണ്ട് ലെങ്ത് നോർമൽ കാർബൺ സിംഗിൾ ബോണ്ടിനേക്കാളും കാർബൺ ഡബിൾ ബോണ്ട് ലെങ്ത്തിൻ്റെ ഇടയിലുള്ള ഒരു ബോണ്ടായിരിക്കും. അപ്പോൾ അത് സിംഗിൾ ബോണ്ടും അല്ല, ഡബിൾ ബോണ്ട് ക്യാരക്ടറും അല്ല, അതിനിടയിലുള്ള ഒരു ക്യാരക്ടറാണ് കാർബൺ ബോണ്ടിന് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് നൈട്രജൻ കാർബൺ ബോണ്ടിൻ്റെ കേസിലും. അതായത് ഇവിടെ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടാണ്, ഇവിടെ കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടാണ്. ഇപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ കേസിൽ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടും ഇവിടെ കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടും ഇവിടെ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടായിട്ട് മാറി. അപ്പോൾ ഇവിടെയും ഈ ബോണ്ട് നേച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കാർബൺ ബോണ്ട് പറഞ്ഞ പോലെ തന്നെ കാർബൺ നൈട്രജൻ ബോണ്ട് എന്ന് പീരിഡിനിൽ കാണുന്ന കാർബൺ നൈട്രജൻ ബോണ്ട്
നോർമലി കാണുന്ന കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടിനേക്കാളും കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ബോണ്ട് ലെങ്ത് ആയിരിക്കും പിരിഡിനിൽ കാണുന്ന കാർബൺ നൈട്രജൻ ബോണ്ട് ലെങ്ത് ഉണ്ടാവുക. അതിൻ്റെ വാല്യൂ വരുന്നത് 1.37 ആങ്സ്ട്രം ആയിരിക്കും. അത് കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടിൻ്റെയും കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ലെങ്ത്തിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് പിരിഡിനിലുള്ള കാർബൺ നൈട്രജൻ ബോണ്ട് ലെങ്ത് വരുന്നത്. ഇനി അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ അത് കാരണം അഡീഷൻ റിയാക്ഷൻസ് സാധാരണ കേസിൽ തരേണ്ടതാണ്. നമ്മൾ ബെൻസീനൊക്കെ പറയണ പോലെ തന്നെ ഇവിടെ ട്രൂ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയണത് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ അത് ലൊക്കേറ്റ് ചെയ്യണം നിർബന്ധമില്ല. പിന്നെ അടുത്ത സമയത്ത് അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ അത് ട്രൂ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കാത്തത് കാരണം നോർമൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കാണിക്കുന്ന അഡീഷൻ റിയാക്ഷൻസ് ഒരിക്കലും ഈ പിരിഡിൻ കോമ്പൗണ്ട് കാണിക്കില്ല. ഇനി അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത്, ഇതൊരു ഡീആക്ടിവേറ്റഡ് സിസ്റ്റമായിട്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പിരിഡിൻ കോമ്പൗണ്ട് ഡീആക്ടിവേറ്റഡ് സിസ്റ്റമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഇവിടെ ഇത് സെക്കൻഡ് കാർബൺ, അതുപോലെ 4th കാർബൺ. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് കാർബൺ, ഇവിടെ സെക്കൻഡ് കാർബൺ, ഇത് 4th കാർബൺ. അപ്പോൾ C4ലും C2ലും പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഇതൊരു ഡീആക്ടിവേറ്റ്, അതായത് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസാണ്. അപ്പോൾ ഇവിടെ ഈ റിങ്ങിന് ചുറ്റും ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യാത്ത ആകെ ഒരൊറ്റ സെൻറ്റർ ഈ C3 പൊസിഷൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയുള്ളൂ, ബാക്കി ഒരു പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. അപ്പം അത് കാരണം ഇതൊരു ഡീആക്ടിവേറ്റഡ് സിസ്റ്റം ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് ഈ ഒരു റെസൊണൻസ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ഫാക്ട്സ് ഒക്കെ ഈ ഒരു സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റെസൊണൻസ് കൺസെപ്റ്റ് വെച്ചിട്ട് പിരിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആ സ്ട്രക്ചർ വെച്ച് ആ സ്ട്രക്ചറിൽ ഇങ്ങനെയൊക്കെയാണ് കാർബൺ ബോണ്ട് ലെങ്ത്ത്, കാർബൺ നൈട്രജൻ ബോണ്ട് ലെങ്ത്ത്, പിന്നെ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയൊക്കെയാവും എന്നുള്ളതാണ് റെസൊണൻസ് കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ. ഇനി അതിനേക്കാളും കുറച്ചും കൂടി എങ്ങനെയാണ് അതിൻ്റെ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരണേന്നുള്ളത് മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റിൽ ഇവിടെ റിംഗ് ഫോർമേഷനിൽ പങ്കെടുക്കുന്നത് 2 ടൈപ്പ് ആറ്റംസ് ആണ്. ഒന്ന് കാർബൺ, പിന്നൊന്ന് നൈട്രജൻ. അപ്പോൾ കാർബണിൽ 1s2, 2s2, 2p4 ആണ്, 2p2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 1s2, 2s2, 2p3 ആണ് നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ ബോണ്ട് ഫോം ചെയ്യണ സമയത്ത് കാർബണിൽ ഇത് 2s ഓർബിറ്റലാണ്, ഇത് 2p ഓർബിറ്റലാണ്. ഇവിടെ 2 ഇലക്ട്രോൺ, ഇതിൽ ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആവും. ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. ഇപ്പോൾ 2s സബ്ഷെൽ, 2p സബ്ഷെൽ എല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ഈ s ഓർബിറ്റലും 2p ഓർബിറ്റലും കൂടി sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഇത് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലാണ്, അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലാണ്. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിൽ നടക്കുന്ന sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതേപോലെ നൈട്രജൻ്റെ കേസിൽ അതുപോലെ തന്നെയാണ്. വാലൻസ് ഷെല്ലിൽ ഇത് 2s സബ്ഷെൽ, ഇത് 2p സബ്ഷെൽ, 2 ഇലക്ട്രോൺ, ഇതെല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കുന്ന സമയത്ത് ഈ s ഓർബിറ്റൽ 2p ഓർബിറ്റലും കൂടി sp2 ഹൈബ്രിഡൈസേഷൻ നടക്കും. ഇത് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായിട്ടാണ് നിൽക്കുക, ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പോൾ റിംഗ് ഫോർമേഷനിൽ പങ്കെടുക്കുന്ന കാർബണിലും നൈട്രജനിലും കാണിക്കുന്ന ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ
sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു പ്ലാനാർ ട്രയാങ്കുലർ ഫാഷനിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. 120 ഡിഗ്രിയിൽ ഓറിയൻറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാനർ ട്രയാങ്കുലർ ഫാഷനിലായിരിക്കും അത് ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഇതിൽ ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വീതം ആയത് കാരണം ഇതിലൊരു ഇലക്ട്രോൺ, ഇതിലൊരു ഇലക്ട്രോൺ, ഇതിലൊരു ഇലക്ട്രോൺ. ഇനി ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്. അത് ഇപ്പം ഇതെല്ലാതും ഒരു പ്ലെയിനിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഈ ഒരു പേപ്പറിൻ്റെ പ്ലെയിനിലാണ് ഈ പി 3 ഓർബിറ്റൽ ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതെല്ലാത്തിൻ്റെയും ആംഗിൾ 120 ഡിഗ്രിയിലായിരിക്കും ഇത് ഓറിയൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുള്ള രീതിയിലായിരിക്കും അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇതാണ് കാർബണിൻ്റെ കേസ് വരിക. നൈട്രജൻ്റെ കേസ് വരുമ്പോൾ നൈട്രജനിൽ എസ് ഓർബിറ്റൽ 2 എണ്ണം, പിയിൽ ഓരോ സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ sp2 ഹൈബ്രിഡൈസേഷൻ നടന്നതിന് ശേഷം 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസും നൈട്രജന് ചുറ്റും പ്ലാനാർ ട്രയാങ്കുലർ ഫാഷനിലായിരിക്കും 120 ഡിഗ്രിയിലായിരിക്കും അത് ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിൽ മൊത്തം 4 ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടും ഒരെണ്ണത്തിൽ പെയർ ആയിട്ടായിരിക്കും ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവാം. ഇനി ബാക്കി ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്. ഇപ്പം ഇതെല്ലാതും ഒരേ പ്ലെയിനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടാവുക. അതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടന്നതിന് ശേഷം കാർബണിന് ചുറ്റും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യണത്, നൈട്രജന് ചുറ്റും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യണത്. ഇനി അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 5 കാർബൺ ഉണ്ട്, ഒരു നൈട്രജൻ ഉണ്ട്. ഇനി ഇവരെങ്ങനെയാണ് ബോണ്ട് ഓവർലാപ്പിംഗ് നടന്ന് പിരിഡിൻ സ്ട്രക്ചർ ഫോം ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 5 കാർബൺ ഉണ്ട്, ഒരു നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഈ 5 കാർബണിലും 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇവിടെയും ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇവിടെയും ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ 120 ഡിഗ്രിയിലായിരിക്കും ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ ഈ കാർബണിന് ചുറ്റും 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഇവിടെ എല്ലാത്തിനും നൈട്രജനിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഒരു കാർബണിലുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു ആറ്റത്തിലുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ അടുത്ത് വരുന്ന 2 ആറ്റവുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അതായത് ഈ കാർബണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഈ കാർബണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അതേപോലെ ഈ കാർബണിൻ്റെ അടുത്ത sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ അടുത്ത കാർബണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ അടുത്തുള്ള 2 ആറ്റവുമായിട്ട് ഇവർ ഓവർലാപ്പിംഗ് നടക്കും. അതേപോലെ തന്നെയാണ് കാർബൺ നൈട്രജൻ ബോണ്ടിങ് നടക്കുന്നത്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഒരു ആറ്റത്തിന് ചുറ്റും 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ആ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ 2 ഓർബിറ്റൽസിൽ ഒക്കെ സിംഗിൾ ഒക്യുപ്പൈഡ് ആണ്. ആ സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാതും തൊട്ടടുത്ത് കിടക്കുന്ന ആറ്റവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് അത് sp2 ഹെഡ് ഓൺ ഓവർലാപ്പ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്തിട്ട് കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഓവർലാപ്പിങ്ങിലൂടെയാണ് നമുക്കൊരു പ്ലാനാർ 6 മെമ്പേർഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാനാർ 6 മെമ്പേർഡ് സ്ട്രക്ചർ ഫോം ചെയ്തു. ഇതാണ് പ്ലാനാർ ഹെക്സഗണൽ റിംഗ്. ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബാക്കി എന്താണ്? ഇപ്പോൾ ഈ കാർബണിൽ 2 ഓർബിറ്റൽസ് വീതം മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ കാർബണിൽ അടുത്ത ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും കൂടി ഉണ്ട്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട് സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളത്. അതുപോലെ ഈ കാർബണിലും ഉണ്ട്. നൈട്രജനുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എങ്ങനെയായിരിക്കും? 2 ഇലക്ട്രോൺ വീതമുള്ളതാണ്. പക്ഷെ കാർബണിലുള്ള ബാക്കിയുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ കാർബണിലുള്ള ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അതുപോലെ ഇവിടെയും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ 5 കാർബണും അവരുടെ റിമൈനിങ്
സിംഗിളി ഒക്യുപ്പൈഡ് sp2 ഹാബിറ്റ് ഓർബിറ്റൽസ് യൂസ് ചെയ്ത് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ആദ്യം ഒരു പ്ലാനാർ ഹെക്സഗണൽ റിങ് ഫോം ചെയ്തതിന് ശേഷം ഇനി അടുത്തത് ഓരോ കാർബണും ഓരോ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യും. അങ്ങനെ നൈട്രജനിലുള്ള ഓർബിറ്റൽസിൽ ഈ ഇലക്ട്രോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നോൺ ബോണ്ടിങ് ആയിട്ട് തന്നെയായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ലോൺ പെയർ ആയിട്ട് അതവിടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്ലാനാർ ഹെക്സഗണൽ റിങ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ഉള്ള കയ്യിൽ? ഇതിൽ ഇപ്പോൾ കാർബണിലുള്ള ഈ 2 ഓർബിറ്റലും കൂടിയിട്ട് തൊട്ടടുത്തുള്ള 2 ആറ്റവുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ യൂസ് ചെയ്തിട്ട് ഹൈഡ്രജനായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അതേപോലെ നൈട്രജനിലുള്ള ഈ സിംഗിൾ ഒക്യുപ്പൈഡ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് യൂസ് ചെയ്ത് തൊട്ടടുത്തുള്ള കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ഹൈബ്രിഡ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാതെ ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ഈ കാർബണിലും ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്, അതേപോലെ നൈട്രജനിലും ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്. എല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആണ്. ഇനി ആ ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ. അപ്പം ഇതൊരു പ്ലെയിനിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പേപ്പറിൻ്റെ പ്ലെയിനിലാണ് ഈ നൈട്രജൻ, ഈ 5 കാർബൺ, അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള നൈട്രജൻ എല്ലാതും ഒരേ പ്ലെയിനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പം ഇങ്ങനെ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും എന്നുള്ള രീതിയിൽ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റിൽ ഓറിയൻറ്റ് ചെയ്യും. നമുക്ക് വരയ്ക്കാൻ നമുക്കിങ്ങനെ പറ്റുള്ളൂ. പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയായിരിക്കും ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് നൈട്രജനുള്ള അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. എല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആണ്. ഇനി ഇവരുടെ ഈ ലോബ്സ് പരസ്പരം ലാറ്ററൽ ഓവർലാപ്പ് അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പ് നടത്തി പൈ ബോണ്ട് ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെയുള്ള അപ്പർ ലോബുകൾ എല്ലാതും ഓവർലാപ്പ് ചെയ്യുന്നു, അതേപോലെ ലോവർ ലോബുകൾ എല്ലാതും ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഈ ഫോം ചെയ്തിട്ടുള്ള ഹെക്സഗണൽ റിങ്ങിൻ്റെ മുകളിൽ ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നു, താഴെ ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നു. ഇതുപോലെ ഒരു ഹെക്സഗണൽ റിങ്, ഇതായിരുന്നു ഹെക്സഗണൽ റിങ്, അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. ഫോൺ നോക്കി വരയ്ക്കണ കാരണം കൈയൊക്കെ വേറെ എങ്ങോട്ടോ പോണത്. അപ്പോൾ ഇതാണ് ഫോം ചെയ്തിട്ടുള്ള പെൻറ്റഗണൽ അല്ല പ്ലാനർ ഹെക്സഗണൽ റിങ്. ഇത് അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് പൈ ലോബ് പി അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിൻ്റെ ലോബുകൾ ഓവർലാപ്പ് ചെയ്ത് ഈ ഹെക്സഗണൽ റിങ്ങിൻ്റെ മുകളിലും ഒരു ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നു. ഹെക്സഗണൽ റിങ്ങിൻ്റെ താഴെയും ഒരു ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നു. നമുക്കൊരു 3 ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. അതിപ്പോൾ ഹെക്സഗണൽ റിങ്ങാണ്, അതിൻ്റെ മുകളിൽ താഴെയുമായിട്ട് ഒരു ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് പീരിഡിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ബോണ്ട് എന്ന് പറയുന്നതൊക്കെ സിഗ്മ ബോണ്ടാണ്. sp2 ഓവർലാപ്പ് നടന്ന സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് കാർബൺ ഹൈഡ്രജൻ sp2 s ഓർബിറ്റൽ ഓവർലാപ്പാണ്. ഇനി അത് കഴിഞ്ഞ് അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റലാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റലാണ്. ഇനി അവർ ഓവർലാപ്പിംഗ് നടത്തി ഒരു ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും എബോവ് ആൻഡ് ബിലോ ദ റിങ്. അതാണ് ആ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നൈട്രജനിലെ ലോൺ പെയറാണ് ഇത്. അല്ല, നൈട്രജൻ്റെ ലോൺ പെയർ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ലോൺ പെയർ എന്ന് വിളിക്കുന്നത്. ഒരു ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല, ആ നൈട്രജൻ ലോൺ പെയർ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് പീരിഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് പ്രകാരം ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പീരിഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂറാൻ പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ആ റെസൊണൻസ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഫാക്ട്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് വെച്ച് ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പിരിഡിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇനി ഈ പിരിഡിൻ്റെ സ്ട്രക്ചർ തരണം കേട്ടോ. അപ്പോൾ ഈ പീരിഡിൽ ഈ നൈട്രജൻ്റെ ലോൺ പെയർ ഇവിടുത്തെ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കണില്ല എന്നുള്ളത് മനസ്സിലായി. അതായത് കാരണം ഇവിടുത്തെ ഈ പൈ ഓർബിറ്റൽസും ആണ് ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലോൺ പെയർ ഇതിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്ന റെസൊണൻസിലൊന്നും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല. ഇവർ പുറത്ത് തനിയാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണം ഈ ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഏതെങ്കിലും സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന് ഇവർ സിമ്പിളായിട്ട് ഡൊണേറ്റ് ചെയ്യും. അതായത് ഈ ഇലക്ട്രോണിനെ അവർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും എപ്പോഴും. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു പിരിഡിൻ കോമ്പൗണ്ടിനൊരു ബേസായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ നൈട്രജനിലുള്ള ലോൺ പെയറിൻ്റെ പ്രസൻസ് പിരിഡിനെ ഒരു ബേസിക് നേച്ചറിൽ കാണിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിരിഡിന് ഒരു ബേസാണെന്ന് പറയാം, ഒരു ബേസിക് നേച്ചറാണെന്ന് പറയാം. കാരണം ഈ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം. ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുക, ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത്രയാണ് പിരിഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി മെയിനായിട്ടും പിരിഡിൻ എന്ന് പറയുന്നത് ഒരു കളർലെസ് ലിക്വിഡാണ്. പിന്നെ ഇതിന് അൾട്രാ പ്യുവറസ്റ്റ് ഫോമിലൊക്കെ അതൊരു യെല്ലോ കളർ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന പിരിഡിൻ കോമ്പൗണ്ട് ഒരു കളർലെസ് ലിക്വിഡാണ്. അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 115 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടൊരു ഫൗൾ സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ ഫിഷി ലൈക്ക് സ്മെൽ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ലാബിലൊക്കെ നിങ്ങൾ ഓർഗാനിക് അനാലിസിസിലൊക്കെ കോമ്പൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം അവരുടെ സ്മെല്ല് നോക്കിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു ഫിഷി ലൈക്ക് സ്മെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിരിഡിനാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫൗൾ സ്മെല്ലാണ് പിരിഡിനുള്ളത്. പിന്നെ സാധാരണ ഓർഗാനിക് കോമ്പൗണ്ടുകളൊന്നും വാട്ടറുമായിട്ട് മിസിബിൾ ആയിരിക്കില്ല, പക്ഷേ പിരിഡിൻ വാട്ടറുമായിട്ട് മിസിബിളാണ്. അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻസിലും അത് മിസിബിൾ ആയിരിക്കും. മെയിനായിട്ട് പിരിഡിൻ്റെ യൂസേജ് നമ്മുടെ ലാബിൽ അതൊരു സോൾവെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിരിഡിൻ ഒരു ഗുഡ് സോൾവെൻ്റ് ആണ്, മിസിബിൾ വിത്ത് വാട്ടർ ആൻഡ് മോസ്റ്റ് ഓഫ് ഓർഗാനിക് സോൾവെൻറ്റ്സ്, ആൻഡ് ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ് ഹാവിംഗ് ബോയിലിംഗ് പോയിൻറ്റ് 115 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹാവിംഗ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഫൗൾ സ്മെൽ ലൈക്ക് എ ഫിഷി ലൈക്ക് സ്മെൽ. അപ്പോൾ ഇത്രയാണ് പിരിഡിനെ കുറിച്ചിട്ട് നമുക്കൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് എപ്പോഴും മെയിനായിട്ടും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ എന്താണ് ആവശ്യം, കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് കൂടുതലായിട്ടും അറിയേണ്ടത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.